എന്നുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു നമുക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ എല്ലാരും പെട്ടെന്ന് പറയുന്നത് ഹോർമോൺസ് സ്ത്രീകൾക്കല്ലേ, ആണുങ്ങൾക്ക് അങ്ങനെ ഹോർമോൺസ് ഉണ്ടോ, അല്ലെങ്കിൽ തൈറോയ്ഡ് എന്നുള്ളൊരു ഹോർമോൺ ആണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, ബിക്കോസ് തൈറോയ്ഡ് ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു എൻഡോക്രൈനോളജി എന്നുള്ളൊരു വിഭാഗം തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും അറിയാന്നുള്ളത് UAE വന്നതിന് ശേഷമാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ജനറൽ പ്രാക്ടീഷണർ അടുത്ത് പോകുന്നു, തൈറോയിഡിന് ടെസ്റ്റ് ചെയ്യുന്നു, മരുന്നെടുക്കുന്നു. പക്ഷെ എൻഡോക്രൈനോളജി എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് പലരും മനസ്സിലാക്കുന്നത് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാട്ടിൽ വരുമ്പോഴാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ പോലെ എൻഡോക്രൈനോളജി എന്നുള്ള വേർഡ് വളരെ ഫെമിലിയർ ആയി വരികയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹോർമോൺസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തന്നെ യൂത്തിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ലിസണേഴ്സിന് ഇതിനെ കുറിച്ചുള്ള സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം, ഡോക്ടറിനോട് ലൈവായി ചോദിക്കാം. 800-1476 ആണ് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ 0097145214760. സോ ഡോക്ടർ വൺസ് അഗൈൻ വെൽക്കം. താങ്ക് യു. എപ്പോഴും നമുക്കറിയുന്ന, നമുക്കെല്ലാം അറിയാം, മോസ്റ്റ് കോമൺ ഹോർമോൺ ഡിസോർഡർ എന്തോ ഡയബറ്റീസും തൈറോയിഡും. എവിടെ തിരിഞ്ഞാലും നമ്മൾ കേൾക്കുന്ന ഡയബറ്റീസ്, തൈറോയിഡ്. ബിക്കോസ് ഇന്ത്യയും ചൈനയാണ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. നമുക്കറിയാം 196 രാജ്യങ്ങളുണ്ട്. പക്ഷേ 5 ഡയബറ്റിക് പേഷ്യന്റ് റോഡിൽ കൂടെ പോകുന്നെടുത്ത് ഒന്ന് ഇന്ത്യക്കാരനും ഒന്ന് ചൈനീസും. അതിനകത്ത് ഡയബറ്റീസ് എൽഡർലി പോപ്പുലേഷനിലായിരുന്നു പണ്ട് 50-60. ഇപ്പോൾ 30% ഡയബറ്റീസ് ഉണ്ടാകുന്ന 20-40 വയസ്സിനിടയ്ക്കാണ്. അതിൽ സ്ത്രീകളിൽ തന്നെ പ്രസവത്തിലുള്ള ഷുഗർ ഭയങ്കരമായിട്ട് കൂടുന്നു. പക്ഷേ ഡയബറ്റീസ് എന്താ ഹെൽത്ത് കെയർ കോസ്റ്റ് കൂട്ടുന്നത്? നമുക്ക് ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ, സ്ട്രോക്ക്, ലിവർ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഡയബറ്റീസാണ്. സോ എവിടെ ചെന്നാലും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഡയബറ്റീസ്. തൈറോയ്ഡ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തൈറോയ്ഡ് കഴുത്തിലൊരു ഗ്രന്ഥി. പണ്ട് തൈറോയ്ഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർ എന്ത് പറയും? ഉടനെ കഴുത്ത് നീട്ടിയിട്ട് മുഴയുണ്ടോ ഇല്ലയോ എന്ന് പറയും. കാരണം ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു പോയത് തൈറോയ്ഡ് എന്ന് വെച്ചാൽ ഗോയിറ്റർ എന്ന്. പക്ഷെ ഇപ്പം നമുക്ക് 1994 ശേഷം നമ്മളെല്ലാം അയഡൈസ് സോൾട്ടാണ് എടുക്കുന്നത്. അപ്പം കഴുത്തിലെ മുഴയുടെ അംശം കുറഞ്ഞു, ബ്ലഡിലെ ചേഞ്ചസ് കൂടി. അതിൽ തന്നെ സ്ത്രീകൾക്ക് ഹോർമോണിന്റെ ഡിസീസ് അറിയാൻ എളുപ്പമാണ്. ഒരു സ്ത്രീക്ക് എപ്പോഴും വണ്ടർഫുൾ ആയിട്ടൊരു തിങ്ങുള്ള എന്തോ മെൻസ്ട്രൽ സൈക്കിൾ. ഒരു 18-20 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് 6 മാസം മെൻസസ് ലേറ്റായി, അല്ലെ 3 മാസം മെൻസസ് ലേറ്റായി, അവൾ പോയില്ലെങ്കിലും അവിടെ അമ്മ എന്തായാലും വറീഡാവും. ഒരു ഗൈനക്കോളജിനോട് എന്ത് പോയി പലപ്പോഴും തൈറോയ്ഡ് നോക്കും, വയറിന്റെ സ്കാൻ ചെയ്ത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ നോക്കും, ഹോർമോൺ നോക്കും. ഒരു പുരുഷനെ വെളിയിൽ കണ്ടാൽ ഒരിക്കലും അവന്റെ ഹോർമോൺ അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പയ്യനെ കണ്ട ആരോഗ്യത്തിടക്കാന്ന് ടോപ്പിൽ കീഴ് വരും. ചിലവൻ പറയും ഡോക്ടറെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായി സ്പേം കൗണ്ട് 0 ആയി. ചിലർ പറയും ഡോക്ടർ ഉദ്ധാരണമേ ഇല്ല. ചിലർ പറയും ഡോക്ടർ ലിംഗത്തിന് വലിപ്പമില്ല. അല്ല അമ്പലത്തിൽ പോന്ന് തൊഴാൻ നിൽക്കുന്ന ബ്രസ്റ്റ് സ്ത്രീകളെ പോലെ നിൽക്കുന്ന ഡോക്ടറെ അതുകൊണ്ട് ഉടുപ്പൂരി അമ്പലത്തിൽ നിൽക്കാൻ വയ്യ. അല്ല ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, 5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് മസിൽ വെക്കുന്നില്ല. സോ ഒരു പുരുഷൻ ഒരിക്കലും അവന്റെ സെക്ഷുവാലിറ്റി വെളിയിൽ നിന്ന് കണ്ടാൽ അറിയാൻ പറ്റത്തില്ല. ഒരു സ്ത്രീക്ക് അറിയുന്ന എങ്ങനെ? ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൊണ്ട് കല്യാണത്തിന് മുമ്പ് ഒരു അമ്മ എൻഡോക്രിനോളജിസ്റ്റിനെ കാണാൻ പറ്റും. ഡോക്ടറെ എൻ്റെ മോനെ ഇപ്പം എല്ലാവരും പ്രീ മാരിറ്റൽ ഹോർമോൺ ചെക്ക് വന്നു, ഡോക്ടറെ മോടെ ഹോർമോൺ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. ഒരു പെണ്ണ് വന്ന് പറയുന്നു ഡോക്ടറെ ബ്രസ്റ്റ് നോർമലാണ്, എല്ലാ മാസവും മെൻസസ് നോർമലാണ്. നമുക്കറിയാം അവിടെ തന്നെ 80% അവൾ നോർമലാണ്. മാക്സിമം നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യും. പിന്നെ ഫാമിലിയിലുണ്ടെങ്കിൽ ഷുഗറോ തലമുടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യും. പുരുഷന്റെ അവസ്ഥ അതേ അല്ല. എപ്പോഴും ഞാൻ TV പറയുന്ന പോലെ ഒരു സ്ത്രീക്ക് എപ്പോഴും അവിടെ അസുഖങ്ങൾ കാണിക്കാൻ ഒരു ഡോക്ടർ ഉണ്ട്. അതിന്റെ പേരാണ് ഗൈനക്കോളജിസ്റ്റ്. അറ്റ്ലീസ്റ്റ് അമ്മമാരും മോളെ ഒരു ഗൈനക്കോളജിസ്റ്റ്. പക്ഷെ ഒരു പുരുഷന് ചിലപ്പോൾ കഷണ്ടി വന്നു. നമുക്കറിയാം ആൻഡ്രോജനിക് പുരുഷ കഷണ്ടി, ആൻഡ്രോജനിക്. അതിനിപ്പോൾ മരുന്ന് വന്നു, അതിന്റെ പേരാണ് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. പക്ഷെ നമ്മുടെ പയ്യന്മാരെ പലപ്പോഴും ചെയ്യുന്നത് എന്താ? 35 വയസ്സ് കല്യാണത്തിന്റെ അങ്ങോട്ട് കഴിയുമ്പോഴും ഫുൾ കഷണ്ടി ആവും, നേരെ ടർക്കി പോവും, വേറെ എവിടെയും പോവും, ഫുൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വരും. ഇപ്പൊ തന്നെ ആൾക്കാർ പറയുന്ന പോലെ ഇവിടെ ഹെയർ കട്ടിങ് സലൂണിനെക്കാട്ടിലും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് സ്റ്റേഷൻസാണ്. അപ്പോൾ എന്താ തലമുടി പൊടിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 16 വയസ്സിലാണ്, 35 വയസ്സിൽ 50% തലമുടി പോകുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. പിന്നെ കഴിക്കുന്ന മരുന്നിന്റെ പേരാണ് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. ഇപ്പോഴത്തെ കൺസെപ്റ്റ് പറഞ്ഞാൽ പുരുഷ കഷണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പുരുഷ ഹോർമോൺ പീക്ക് ആകുമ്പോഴാണ്, 14-16 വയസ്സ്. അപ്പോഴേ നെറ്റി കയറി തുടങ്ങും. 25 വയസ്സാകുമ്പോൾ കഷണ്ടിയാവും. ആ 16 വയസ്സിലെ കഴിച്ചു തുടങ്ങേണ്ട മരുന്നിന്റെ പേരാണ് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. അത് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള തലമുടി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ച് തലമുടി പോയതിനു ശേഷം പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഫിനസ്ട്രൈഡ് എടുക്കുന്നതുകൊണ്ട് അഡീഷണൽ ബെനിഫിറ്റ് ഇല്ല. എപ്പോഴും ഞാൻ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇപ്പൊ ഷുഗർ നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 25 വയസ്സ് ഷുഗർ തുടങ്ങുന്നവരെ വൃത്തിയായിട്ട് ഷുഗറിന് ചികിത്സ തുടങ്ങുന്നത് 35 വയസ്സിൽ അറ്റാക്ക് വരുമ്പോഴോ ഫാറ്റ് ലിവർ വരുമ്പോഴോ ലൈംഗികശേഷി കുറയുമ്പോഴോ അല്ലെ കിഡ്നി ഫെയിലിയർ വരുമ്പോൾ. അതേപോലെ തലമുടി പൊഴിച്ചിൽ 18 വയസ്സിൽ തുടങ്ങുന്ന ചികിത്സ എടുക്കുന്ന 35 വയസ്സിൽ ഫുൾ കഷണ്ടി അല്ലെ ബാൾഡ് ആയതിനു ശേഷം. ഒരു പെൺകുട്ടിക്ക് 13 വയസ്സിൽ മെൻസസ് തെറ്റിയാൽ ചികിത്സ എടുക്കുന്ന 25 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് മെൻസസ് കറക്റ്റായി കൊച്ചില്ലാതാകുമ്പോഴോ അല്ലെ മീശയും താടി അമിതമായിട്ട് വളരുമ്പോഴോ അപ്പോഴാണ് ചികിത്സ എടുക്കുന്നത്. ഹോർമോൺസിന്റെ എപ്പോഴും പീപ്പിൾ ഡിലേ ട്രീറ്റ്മെന്റ് ലൈക്ക് എനിത്തിങ് ബിക്കോസ് അവർക്ക് ഒന്നും അവയർനെസ് ഇല്ല, അല്ലെ തന്നെ പോകുന്ന വിചാരിച്ച് ഡിലേ ചെയ്യിക്കുന്നു. ഇപ്പോ ആണുങ്ങളെ സംബന്ധിച്ച് ഫേഷ്യൽ ഹെയർ, ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ആണ് ഒരു ഹോർമോൺ ഇംബാലൻസ് ആദ്യമായിട്ട് എടുത്ത്
ചിലത് കാണിക്കുന്നുണ്ട്. അതായത് അപ്പർ ലിപ്സ്, ചിൻ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ, അതൊക്കെ ഈ പറഞ്ഞതുപോലെ അമിതമായി വളരുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് ഹോർമോൺ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ ഈ ഫേഷ്യൽ ഹെയർ അതിന്റെ ഒരു കണ്ടീഷൻ ആണോ? എപ്പോഴും ഇമ്പോർട്ടന്റ്. ഒരു പുരുഷന്റെ പൗരുഷം അറിയുന്ന ശരിക്കും മീശയും താടിയിലും അല്ല. അത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന്റെയും മെയിൻലി ഇന്ത്യൻസിന്റെ ഒരു കൺസെപ്റ്റ്. താടിയില്ല. നമ്മുടെ ഹോളിവുഡിലെ എല്ലാ സൂപ്പർ സ്റ്റാർസ് അറിയാം. ടോം ക്രൂസ് തൊട്ട് ഒറ്റ താടിയില്ല. ഷാറൂഖ് ഖാൻ തൊട്ട് അപൂർവമായിട്ട് മാത്രം താടി വെക്കും. സൽമാൻ ആരും താടി വെക്കാറില്ല. അമീർ ഖാൻ യൂഷ്വലി താടി വെച്ച് അപൂർവമായിട്ട് അഭിനയിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന്റെ കൺസെപ്റ്റ്, പക്ഷെ അത് ഇമ്പോർട്ടന്റ്. പൗരുഷത്തിന്റെ പ്രതീകം ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു പുരുഷനെ വെളി കണ്ട യു ക്യാൻ നെവർ അസസ് ഹിസ് സെക്ഷുവാലിറ്റി. 6 പൊക്കമുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ 3 സെന്റിമീറ്റർ ഉള്ള പെനൈൽ ലെങ്തുമായിട്ട് വരാം. ചിലപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ 0 ആയിരിക്കും. ഒരു സ്ത്രീയെ കണ്ടാൽ കുറേയൊക്കെ അസസ് ചെയ്യാം. സോ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ശ്രോതാവായ പുരുഷന് തോന്നുന്നു അവന്റെ പൗരുഷം കുറവാണ്, മീശയും താടിയും വേണ്ട രീതിയിൽ വളരുന്നില്ല, അല്ലെ പെനിസിന് ലെങ്ത് ഇല്ല, വൃഷ്ണത്തിന് വലിപ്പമില്ല, അല്ലെ മസിൽ മാസം ഒരു സ്ത്രീയുടെ ആകൃതിയില്ല, പുരുഷന്റെ ഇല്ലെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ. അപ്പൊ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുന്ന എങ്ങനെ, ഏതെങ്കിലും ഒരു എൻഡോക്രോളജി ഏത് ലാബിൽ ചെന്നാലും രാവിലെ 10 മണിക്ക് മുമ്പ് ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആണെങ്കിലും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറവാണെങ്കിൽ ഓക്കെ അതിന്റെ ഇഞ്ചക്ഷൻ എടുക്കാം, അതിന്റെ ക്യാപ്സൂൾ എടുക്കാം, ക്രീമായിട്ടും എടുക്കാം. പക്ഷേ പുരുഷ ഹോർമോണിന്റെ അളവ് നോർമൽ. മറിച്ച് ഇപ്പോൾ 25 വയസ്സുള്ള നടൻ നമ്മളെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഒരു സിനിമ ചാൻസ് ഉണ്ട്, അതിനകത്ത് 6 പാക്ക് മസിലുണ്ട്, പക്ഷേ മീശയും താടിയും വെച്ച് ചില പറയും പ്രേമം സ്റ്റൈൽ നിവിൻ പോളിയെ പോലെ താടി വെച്ചിട്ട് അഭിനയിക്കണം. അപ്പോൾ മീശയുടെ അവിടെ കാണും, താടിയുടെ ഇവിടെ മാത്രം ചിലപ്പോൾ ഒരു എഡ്ജിൽ വരുന്നില്ലായിരിക്കും. അവർ പലപ്പോഴും വന്ന് പറയും ഡോക്ടറെ ബോഡി ഹെയർ ഉണ്ട് പക്ഷേ ഫേഷ്യൽ ഹെയർ ഇല്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുന്നത്, ടെസ്റ്റോസ്റ്ററോൺ നോർമൽ. അപ്പോൾ പുരുഷ ഹോർമോൺ നോർമൽ, എന്നിട്ടും മീശയും താടി വരുന്നില്ലെങ്കിൽ അവർക്കാണ് പണ്ട് കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന ഡ്രോപ്സ് മിനോക്സിഡിലിന്റെ ഇപ്പം 10% വന്ന് അതിന്റെ ഡ്രോപ്സ് ഉപയോഗിക്കാം. ടെസ്റ്റോസ്റ്ററോണിന്റെ ജെല്ല് വന്നിട്ടുണ്ട്, അതിൽ ഹെയർ ഫോളിക്കൽ ആക്ട് ചെയ്യുന്ന ജെല്ലിന്റെ പേരാണ് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ, ആൻഡ്രാക്ടിൻ. ഇത് രണ്ടും കൂടെ അപ്ലൈ ചെയ്താണ് അവർക്ക് മീശ. ഇത് തന്നെയാണ് അന്യൻ സിനിമയിൽ നമ്മൾ കണ്ടത്. അന്യൻ സിനിമയിൽ ഒരു ലേഡിക്ക് ഹെർസ്യൂട്ട്സ് ഇത് വരാൻ വേണ്ടി വിക്രം അതിനകത്ത് കാണിക്കുന്നുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ മിനോക്സിന്റെ ജെല്ല് കൊടുക്കുന്നു, അവൾ തേക്കുന്നു അതിനകത്ത്, എന്നിട്ട് താടി വളരുന്നു, അവൾ പിന്നെ സൂയിസൈഡ് ചെയ്യുന്ന ഒരുത്തി. അപ്പൊ അത് ബേസിക്കലി അതാണ്. ഒരു ഫീമെയിലിന് ഹെയർ എക്സസ് വന്നാൽ നമുക്കറിയാം അവിടെ ബോഡിയിൽ പുരുഷ ഹോർമോൺ അളവ് കൂടി. ഒരു സ്ത്രീക്ക് രോമം വരുന്ന 2 ഏരിയയുള്ളൂ, കഷം, നാവി. ആക്സില പിബിക് ഏരിയ ഒഴിച്ച് അപ്പർ ലിപ്പ്, ചിന്ന, ചെസ്റ്റ്, അബ്ഡോമൻ, തൈസ്, അവിടെ രോമം വന്നാൽ അതിന്റെ അർത്ഥം പുരുഷ ഹോർമോൺ കൂടി. അതിന്റെ പേരാണ് ഹെർസ്യൂട്ടിസം. അപ്പൊ പണ്ട് ചെയ്യുന്നത് എന്താ, എല്ലാവരും ഷേവിങ്, ബ്ലീച്ചിങ്, ലേസർ എല്ലാം ചെയ്യും. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഷേവിങ്ങും ബ്ലീച്ചിങ്ങും ലേസറും എല്ലാം ചെയ്താലും ഹോർമോൺ ഉണ്ടെങ്കിൽ ആ 3 മാസം കഴിഞ്ഞ് പിന്നെ രോമം വരും. അപ്പൊ ബേസിക്കലി ആൻഡ്രജൻസ് ഓവറിൽ നിന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഫോളിക്കിൾസ് ഉള്ളത് ബ്ലോക്ക് ചെയ്യുക. ഓവറിൽ നിന്നുള്ള കുറയ്ക്കുന്നതിനാണ് 21 ഡേ പിൽ, ഡയാൻ 35 യസ്മീൻ നമ്മുടെ ഇവിടെ കഴിക്കുന്നത്. ആ ഹെയർ ഫോളിക്കിളിനെ ഡയറക്റ്റ് ബ്ലോക്ക് ആക്കാനാണ് അൽഡാക്ടോൺ കഴിക്കുന്നത്. എന്തിനാ മേനത്തിന് ഞാൻ പറഞ്ഞ ബേസിക്കലി കൺസെപ്റ്റ്സ് ക്ലിയർ ആവുക. നമ്മുടെ ആൾക്കാർ 50% ചികിത്സയും പത്രത്തിലെ പരസ്യം, കഷണ്ടിക്കാൻ്റെ ചികിത്സ എന്താ ട്രാൻസ്പ്ലാന്റ് സെന്റർ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഹെയർ ഗ്രോത്തിന് ചികിത്സ എന്താ ബ്യൂട്ടി പാർലർ ലേസറിന്റെ പരസ്യം കണ്ടിട്ടാണ് ചെയ്യുന്നത്. അല്ലെ ഹെയർ ഗ്രോത്തിന്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. ആരും ഒരു മെഡിക്കൽ വശം ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ വി ഷുഡ് ബി പ്രിറ്റി, നമ്മൾ എക്സ്റ്റേണലി നോർമൽ ആയിരിക്കണം. പയ്യന്മാരെ പലപ്പോഴും നമ്മുടെ അടുത്ത് വരും ഭയങ്കര ബ്രസ്റ്റ് എൻലാർജ്മെന്റ് ആയിട്ട് വരും, പക്ഷെ കണ്ട 6 പാക്ക് ആയിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് നമ്മൾ ഉടുപ്പ് വരുമ്പോൾ ഒരു ഷർട്ട് ഉണ്ട്, 2 ടീഷർട്ട് ഇടണം, അത് പൊക്കിയിട്ട് പറയും ഡോക്ടറെ ബ്രസ്റ്റ് ഇങ്ങനെ ചാടി കിടക്കുക. അപ്പോൾ ടീഷർട്ടൊക്കെ ഇട്ട് വെളിയിൽ നടക്കുമ്പോൾ നല്ല കുട്ടപ്പനായിട്ടിരിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോഴായിരിക്കും അവൻ്റെ ഈസ്ട്രജൻ ഫീമെയിൽ ഹോർമോണിന്റെ അളവ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഡോക്ടറിനോട് പറയുന്നത് ഒരു ഫീമെയിലിന്റെ സെക്ഷുവാലിറ്റി അവർക്ക് അറിയാം. ഒരു പെണ്ണിന് ആർത്തവം കറക്റ്റ് ആണോ, വെയിറ്റ് പെട്ടെന്ന് കൂടുന്നോ കുറഞ്ഞോ, ഷീസ് നോർമൽ. ഒരു മെയിലിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന മുമ്പ് പോലും പലപ്പോഴും അമ്മമാര് പെമ്പിള്ളാരുടെ മെൻസസ് കറക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ട് കറക്റ്റ് ആക്കിയിട്ടാണ് കെട്ടിക്കുന്നത്. പക്ഷെ ഒരു പുരുഷൻ ഒരിക്കലും അവന്റെ സ്പേം കൗണ്ട് ചെക്ക് ചെയ്യാറില്ല. അവന് കൊച്ചുങ്ങൾ ഉണ്ടാവുന്ന കല്യാണം കഴിക്കുന്നതിന് മാനദണ്ഡമാണെന്നല്ല, പക്ഷെ കല്യാണം കഴിച്ച് കൊച്ചു വേണ്ടപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരു ആണിന്റെ കൗണ്ട് നോർമലാക്കാൻ ടേക്സ് ലോട്ട് ഓഫ് ടൈം. ഒരു പെണ്ണിന്റെ മെൻസസ് നോർമലാക്കാൻ, ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു 3 to 6 months നോർമലാക്കും. അപ്പൊ ഇപ്പോഴത്തെ വന്ധ്യതയിൽ 30% പുരുഷന്റെ ചേഞ്ചസ് കൊണ്ടും അല്ലെ സ്പേം എനർജിന്റെ കൗണ്ടിന്റെ കുറവ് കൊണ്ടും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയും പയ്യന്മാർക്ക് എപ്പോഴും 3 വളർച്ച, പെൺകുട്ടികൾക്കും അത് തന്നെ. പൊക്കം, ബുദ്ധി, ലൈംഗിക വളർച്ച. പൊക്കത്തിന്റെ ഹോർമോണിന്റെ പേരാണ് ഗ്രോത്ത് ഹോർമോൺ, ബുദ്ധിയുടെ ഹോർമോണിന്റെ പേരാണ് തൈറോയിഡ്, സെക്സ് ഹോർമോണിന്റെ പേര് ഫീമെയിൽ ഈസ്ട്രജൻ, പുരുഷന് ടെസ്റ്റോസ്റ്ററോൺ. അതിൽ തൈറോയിഡ് നമ്മൾ കോമൺലി ചെക്ക്ഡ്. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് ഉണ്ടായിട്ട് എവിടെ ചെന്നാലും തൈറോയിഡ് പറയുന്നൊന്നും, തൈറോയിഡ് ചെയ്യും, ഷുഗർ ചെയ്യും, വൈറ്റമിൻ ഡി ചെക്ക്, ഇത് 3 ചെക്ക് ചെയ്യും. അതിൽ സെക്സ് ഹോർമോൺ പലപ്പോഴും പയ്യന്മാർ ചെക്ക് ചെയ്യത്തില്ല. അതാണ് ഞാൻ എപ്പോഴും മെസ്സേജ് കൊടുക്കുക, നിങ്ങളുടെ പൗരുഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ പോയി ഒരു ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുക. അതിന്റെ നോർമൽ വാല്യൂ 3.5, ഇന്റർനാഷണൽ UAE 3.5 നാനോഗ്രാം. അതിൽ താഴെ അന്നൊരു എൻഡോക്രോണസിനെ കണ്ടിട്ട് പുരുഷ ഹോർമോൺ ഇഞ്ചക്ഷനായിട്ടോ ക്യാപ്സൂളായിട്ടോ ഇപ്പൊ ക്രീമായിട്ടോ എടുക്കണമെന്ന് നോക്കുക. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞാൽ മാഡം മിസ്സാവുന്ന ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. കാരണം പൊക്കം നമുക്കറിയാം, പൊക്കത്തിന്റെ ഹോർമോണായ ഗ്രോത്ത് ഹോർമോൺ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നത് 14-16 വയസ്സ് വരെ. തൈറോയിഡ് നമുക്ക് 1 ദിവസമുള്ള കൊച്ചിന് തൊട്ട് 100 വയസ്സുള്ള ഒരു വ്യക്തിക്ക് വരെ എടുക്കാം. സെക്സ് ഹോർമോൺ ഒരു പുരുഷന് പൗരുഷം ഇല്ലെങ്കിൽ 13 വയസ്സ് മുതൽ ഉദ്ധാരണമില്ലാത്തൊരു വ്യക്തിക്ക് 65 വയസ്സ് വരെ എടുക്കാം. പക്ഷെ പൊക്കമില്ലാത്തൊരു എന്ത് ചെയ്യും? പല ആൾക്കാരും 5-8 വയസ്സ് തൊട്ടേ നോക്കും, എന്റെ മോന് പൊക്കമില്ല. അവർ പറയും ഡോക്ടറെ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്റെ മോനോ മോളോ എപ്പോഴും ഫസ്റ്റ് റോയ, ബാക്കി പിള്ളേർ വളരുന്നു.
പണ്ട് പീഡിയാട്രിഷ്യൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ഭക്ഷണം കഴിക്കൂ, പാല് കൊടുക്കൂ, മുട്ട കൊടുക്കൂ, ബാസ്കറ്റ് ബോൾ കളിക്കൂ, ജിംനാസ്റ്റിക് കഴിക്കൂ, എന്നിട്ട് 15 വയസ്സിൽ കൊണ്ടുവരാൻ പറയും. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് 50% പൊക്കം ഇല്ലാത്തവർക്ക് കൗമാരം വരുമ്പോൾ പൊക്കം വെക്കുക, അതാണ് ലേറ്റ് ബ്ലൂമർ. റിമൈനിങ് 50% ആൾക്കാർക്ക് ഗ്രോത്ത് ഹോർമോൺ അളവ് കുറവാണ്. ഇവർക്ക് നമ്മൾ 15 വയസ്സ് വരെ കാത്തിരുന്ന് ഡോക്ടറെ ചെല്ലുമ്പോൾ ഓൾറെഡി എല്ല് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് അപ്പന്റെ അമ്മയുടെ ആനുപാതികമായിട്ട് കുട്ടി വളരുന്നില്ല. അല്ലെ അസംബ്ലി ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞെന്നും ഫ്രണ്ട് റോയിൽ നിൽക്കുന്നു, ബാക്കി പിള്ളേർ വളരുന്നു. അല്ലെ ബാക്കി കൂട്ടുകാർ വരുമ്പോൾ നമ്മുടെ കൊച്ചായിട്ടിരിക്കുന്നു, ബാക്കിയുള്ളവർ വളരുന്നു. ആദ്യമേ ഭക്ഷണം കഴിച്ചിട്ട് പൊക്കം വെക്കുന്നു ഞാൻ കാത്തിരിക്കാതെ ഒരു എൻഡോക്രോണിസ്റ്റിനെ കണ്ടിട്ട് ഗ്രോത്ത് ഹോർമോൺ അളവ് കുറവുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക. അതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന പെൺകുട്ടികളാണ്. ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ പൊക്കം വെക്കുന്നത് ബ്രസ്റ്റ് വന്നതിന് ശേഷം മെൻസസ് വരുന്നതിന് മുന്നേ. സോ പണ്ടത്തെ കാലത്ത് 1980-കളിൽ മാസമുറ ആരംഭിക്കുന്നത് 15 വയസ്സിലാണ്. ഇപ്പൊ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ഉം 11ഉം വയസ്സിലാണ്. അതുകൊണ്ടാണ് 5ാം ക്ലാസ് ആകുമ്പോൾ വെച്ചിന് മെൻസസ് വരും. അമ്മ നോക്കുമ്പോൾ കൊച്ചു 5ാം ക്ലാസ് ആയുള്ളൂ, 10ാം ക്ലാസ് വരെ പൊക്കം വെക്കും. ദാറ്റ് നെവർ ഹാപ്പൻസ്. ഇന്നലെ തന്നെ ഞാൻ കണ്ട മിനിമം ഒരു 20 പേരിൽ 2 പെൺപിള്ളാരെയും കൊണ്ട് 10 വയസ്സിലും 12 വയസ്സിലും കോടാനുകോടി രൂപ കയ്യിലുണ്ട്. വന്ന് പറയുന്ന ഡോക്ടർ 2 വർഷമായിട്ട് കൊച്ചു വളരുന്നില്ല, ഇളയ മോൻ വളർന്നു കയറി. അപ്പൊ 2 വർഷമായിട്ട് കൊച്ചു വളരുന്ന കൊച്ചിന് 11 വയസ്സിൽ 9 വയസ്സിൽ മെൻസസ് വന്നു. മെൻസസ് 9 വയസ്സിൽ വന്നാൽ വിത്തിൻ 6 months ബോൺ ഫ്യൂസ് ചെയ്യും. ഒരു പെൺകുട്ടിക്ക് മാസം മുറ ആരംഭിച്ചാൽ മാക്സിമം വെക്കുന്ന പൊക്കം 4 സെന്റിമീറ്റർ. ആൺകുട്ടി അങ്ങനെയല്ല, അവന്റെ കൗമാരൻ ലേറ്റ് ആണ്. അതാണ് ആണും പെണ്ണും ഒരു ക്ലാസ്സിലാണെങ്കിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ പെണ്ണങ്ങ് വളരും. 8ാം ക്ലാസ് കഴിഞ്ഞ് പെണ്ണിന്റെ വളർച്ച നിൽക്കും, പയ്യൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ വളരും. പക്ഷെ അതുകൊണ്ടാണ് ഹൈറ്റിന്റെ ഹോർമോണായ ഗ്രോത്ത് ഹോർമോൺ ലോകം മുഴുവൻ ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം പൊക്കമില്ലാത്തവർക്ക് നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് വരാൻ, ലിവറോ കിഡ്നിയോ ഹാർട്ടോ ഒന്നും പോകുന്നില്ല. പൊക്കമില്ലാത്തവർക്ക് ഒറ്റ അസുഖമുള്ള, അതിന്റെ പേരാണ് അപകർഷബോധം. റൈറ്റ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ടു യുവർ പിബർട്ടി ടു ആൻ ആക്ട്രസ് ടു യുവർ ഗ്രാൻഡ് പേരന്റ്ഹുഡ് ഡ്രസ്സ് തയ്പ്പിക്കും വരെ ആ പൊക്കം ഒരു 5 സെന്റിമീറ്റർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സാഗ്രഹിക്കും. അതുകൊണ്ടാണ് ഗ്രോത്ത് ഹോർമോൺ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയും, പിന്നെ വെക്കുമെന്ന് ഞാൻ കാത്തിരിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതും പൊക്കമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് നമ്മൾ കഴിക്കുന്നതിന്റെ 10% മതി പൊക്കത്തിനും ലിംഗ വളർച്ചയ്ക്കും. 90% ഗ്രോത്ത് ഹോർമോണും ടെസ്റ്റോസ്റ്ററോൺ ആക്ട് ചെയ്താണ് പൊക്കം വെക്കുന്നത്. എല്ലാ പെൺകുട്ടികളുടെ അമ്മമാർ മനസ്സിലാക്കുന്ന കലണ്ടറിലെ പ്രായം നോക്കി മോള് 15 വയസ്സ് വരെ ഒരിക്കലും ഇല്ല. നിങ്ങളുടെ മോക്ക് എന്ന് മെൻസസ് വരുന്നു അന്ന് നിങ്ങളുടെ മോടെ പൊക്കം തീർക്കും. അപ്പൊ എന്ന് വരെ മെൻസസ് ലേറ്റ് ആക്കുന്നു, അതാണ് ഹൈറ്റിന് ഇമ്പോർട്ടൻസ്. അതാണ് ഇപ്പൊ ഏർലി പിബർട്ടി. കൗമാരം 9 വയസ്സ് വരുന്നവർക്ക് മിനിസ്ട്രി മെൻസസ് ലേറ്റ് ആക്കുന്ന 3 മാസം കൊണ്ട് എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്, ഡെക്കാപെപ്റ്റൈൽ. അതെടുത്തിട്ട് 12 വയസ്സ് വരെ മെൻസസ് ലേറ്റ് ആക്കാം. എന്നിട്ട് മെൻസസ് വന്നാൽ അത്ര നാൾ പൊക്കം കിട്ടും. റൈറ്റ്. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഹോർമോൺ റിലേറ്റഡ് ആവുന്നത് എങ്ങനെയാണ്? അത് നോർമലി ഷുഗർ അല്ലേ? എപ്പോഴും ഷുഗറിന്റെ ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. എപ്പോഴും മനസ്സിലാക്കേണ്ട 2 ടൈപ്പ് ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 അറിയാൻ വേണ്ടി, ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2. ടൈപ്പ് 1 യൂഷ്വലി കുട്ടികൾക്ക് 18 വയസ്സ് താഴെ വരുന്നു. അവർക്ക് പാൻക്രിയാസിലെ ആന്റിബോഡി കാരണം ഇൻസുലിൻ ഉൽപ്പാദനം ഇല്ല. അവർക്കാണ് ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കുന്നത്. 90% ആൾക്കാർക്ക് നമ്മൾ 20 വയസ്സിന് ശേഷം കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസാണ്. ഇൻസുലിന്റെ ഉൽപ്പാദനം ഉണ്ട്, പക്ഷേ വെയിറ്റും ഫാറ്റി ലിവറും കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു. അതിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രമേയ രോഗി നാളിതുവരെ ഷുഗർ കൂടി മരിച്ചിട്ടില്ല. ഇപ്പൊ കുട്ടികൾക്ക് ഷുഗർ ഇന്നലെ നമ്മൾ കണ്ടത് 650 ഷുഗർ. സ്കൂളിൽ ഇരുന്നപ്പോൾ ദാഹിക്കുന്നു, യൂറിനേറ്റ് ചെയ്യുന്നു. സ്കൂളിലെ ക്ലോസറ്റിൽ ഉറുമ്പ് കണ്ടിട്ട് ടീച്ചർ ഷുഗർ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അമ്മ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ 420. ഇന്നലെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ 640. അപ്പൊ പയ്യന് 6 മാസം കൊണ്ട് ഭയങ്കര ദാഹമുണ്ട്, ക്ഷീണമുണ്ട്, നല്ല വിശപ്പുണ്ട്, പക്ഷെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ വിചാരിച്ച എന്താ ടെൻഷൻ, അവൻ ഹോസ്പിറ്റലിൽ പോയി ബാക്കി എടുക്കേണ്ട ആവശ്യമില്ല, അവൻ സ്കൂളിൽ ഫുട്ബോൾ കളിക്കുന്നത് അതുകൊണ്ട്. ടീച്ചർ ക്ലോസറ്റിൽ ആൻഡ് കണ്ടപ്പോൾ ചെക്ക് ചെയ്തു 650. അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പൊ 3 മാസത്തെ HbA1c 13. പക്ഷേ ഒരു വ്യക്തിയും ഷുഗർ കൂടി മരിക്കുന്നില്ല. ഷുഗർ കൂടുമ്പോൾ ദാഹിക്കാം, യൂറിനേറ്റ് ചെയ്യാം, മുറിവ് പഴുക്കാം, അല്ലെ ക്ഷീണിക്കാം. ഷുഗർ രോഗി മരണപ്പെടുന്ന 90% ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഫെയിലറും കൊണ്ടാണ്. അതാണ് ഷുഗറിനേക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ബിപിയും കൊളസ്ട്രോളും. അതാണ് ഇവിടെ ABC. അതേപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് 90% പയ്യന്മാർക്കാണ്. പണ്ട് വരുന്നത് 50 വയസ്സിൽ, ഇപ്പോൾ 25-40 വയസ്സിനിടയ്ക്കാണ് വരുന്നത്. അതാണ് US ഇപ്പോൾ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി, നൗ ഇറ്റ് ഇസ് ദ ടൈം വെർ ചിൽഡ്രൻ ഡൈ ഇൻ ഫ്രണ്ട് ഓഫ് ദർ ലിവിംഗ് പേരൻസ്. 60-70 വയസ്സിൽ അച്ഛനും അമ്മയും ജൻ ഔഷധി പദ്ധതിയിലോ കാരുണ്യ പദ്ധതിയിലോ പോയി മരുന്ന് കറക്റ്റ് കഴിക്കുമ്പോൾ അവരുടെ 25-30 വയസ്സുള്ള മക്കൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ അച്ഛൻ 60 വയസ്സ്, അച്ഛന് BP ഉണ്ട്, കൊളസ്ട്രോൾ. അച്ഛൻ BPയുടെയും കൊളസ്ട്രോളിൻ്റെയും സർക്കാർ രാഷ്ട്രീയ മരുന്ന് കഴിച്ച് 90 വയസ്സിൽ ജീവിക്കും. ഇവന് BPയും കാണും, ഷുഗറും കൊളസ്ട്രോളും. ഇവൻ 28 വയസ്സ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴേ അറ്റാക്ക് വന്ന് ഇടത്തോട്ട് വീഴുന്നു. അതിൽ 35 വയസ്സിലെ ലൈംഗിക ശേഷി കുറഞ്ഞ നമ്മൾ കണ്ടിട്ട് ഷുഗറും കൊളസ്ട്രോളും കണ്ടുപിടിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം മിനിസ്ട്രി പറഞ്ഞത് 25 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും ജിംനേഷ്യത്തിൽ പോകുന്നതിന് മുമ്പേ ഹൃദയാഘാതം വരുമോ എന്നറിയാം ട്രെഡ്മിൽ ചെക്ക് ചെയ്യുക. നമ്മൾ കന്നഡ സൂപ്പർ സ്റ്റാർ തൊട്ട് പല സൂപ്പർ സ്റ്റാർസിനെ കണ്ടു, എല്ലാം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തപ്പോഴാണ് അറ്റാക്ക് വന്ന് വീണത്. നമ്മുടെ ഹാർട്ടിനൊരു ഫങ്ഷണൽ കപ്പാസിറ്റി ഉണ്ട്. കൊറോണയ്ക്ക് ശേഷമോ ബാക്കിയോ ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പിന്നെയും നമ്മൾ ഓവർ വർക്കൗട്ട് ചെയ്തുകൂടാ. സോ അമിതമായ രീതിയിൽ വർക്കൗട്ട് ചെയ്താലും ഹൃദയത്തിനെ ബാധിക്കാം. സോ അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഈസ് മച്ച് മോർ കോമൺ ഇൻ മെൻ കമ്പയർഡ് ടു ഫീമെയിൽസ്. സ്ത്രീകൾക്ക് യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് വരുന്ന മെൻസസ് നിന്നിട്ടാ. ബിക്കോസ് ഓവറിയിൽ ഈസ്ട്രജൻ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യും, പുരുഷ ഹോർമോൺ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യത്തേയില്ല. ഇനി അടുത്തൊരു മെസ്സേജ് വന്നേക്കുന്നത്, ഇപ്പൊ കുട്ടികളിൽ ഡയബറ്റീസിന്റെ കൗണ്ട് കൂടി വരികയാണ്. ഇൻസുലിൻ കുട്ടികൾക്ക് സേഫ് ആണോ? ഇൻസുലിനെ ഉള്ളു സേഫ്. ബേസിക്കലി മനസ്സിലാക്കാൻ ഡയബറ്റീസിന്റെ 2 ടൈപ്പ് ഞാൻ പറഞ്ഞു. ടൈപ്പ് 1 ഡയബറ്റീസ്, പിള്ളേർക്ക് പാൻക്രിയാസിൽ ഇൻസുലിൻ ഇല്ല. ചോറ്
കഴിക്കരുത്, മധുരം കഴിക്കരുത് അത് ടൈപ്പ് 2 ഡയബറ്റിസ്. കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ദിവസമുള്ള കൊച്ചിനും വരാം. അത് നിയോനേറ്റൽ ഡയബറ്റിസ്. ജനിക്കുമ്പോഴേ പാൻക്രിയാസിലെ ബീറ്റാ സെൽ വർക്ക് ചെയ്യുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 13 വയസ്സുള്ള പയ്യൻ വെയിറ്റ് 15 കിലോ കുറയുന്നു, ദാഹിക്കുന്നു, ഷുഗർ വരുന്നു. അവർ തിന്നിട്ടോ കുടിച്ചിട്ടോ അല്ല, അവരുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദനം ആന്റിബോഡി കാരണം കുറയുന്നു. അതാണ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ്. തിരിച്ച് കുട്ടികളിൽ തന്നെ അമിതവണ്ണമായിട്ട് ഡയബറ്റിസ് വരാം. അതാണ് ടൈപ്പ് 2. ടൈപ്പ് 2 ഡയബറ്റിസിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുന്ന. ഇപ്പോൾ വിശപ്പ് കട്ട് ഓഫ് ചെയ്യുന്ന 2 ഇഞ്ചക്ഷൻ ഇവിടെ വന്നു. അതാണ് ഒസംബിക്ക് മോൺജുറ. അതാണ് കേരളത്തിൽ നമ്മൾ പലപ്പോഴും എല്ലാ സെലിബ്രിറ്റീസും ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഡെയിലി ചെയ്ത് ഈ 2 മരുന്നുകളാണ് ബ്ലാക്ക് മാർക്കറ്റ് കേരളത്തിൽ വരുന്നു, പത്രങ്ങളിലും ടിവിയിലും എല്ലാം കാണുന്നു. കാരണം ഇറ്റ് റെഡ്യൂസസ് വെയിറ്റ് ബൈ 20 കിലോഗ്രാം. പണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന മരുന്നുകളൊക്കെ 2 കിലോ വെയിറ്റ് കുറയ്ക്കും. 3 വർഷം മുമ്പ് എല്ലാവരും തടി കുറയ്ക്കാൻ എന്താ ബാരിയാട്രിക് സർജറി, കുടലിന്റെ കണ്ടിക്കുന്ന സർജറി അല്ലെ ബൈപ്പാസ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ 2 ഇഞ്ചക്ഷൻ ഒസംബിക് എന്ന് പറഞ്ഞതും 2 മോൺജുറോ ട്രസെപ്റ്റൈഡ്, ഇത് രണ്ടും US FDA ടോട്ടലി അപ്രൂവ്. 12 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ എടുക്കാം. 15 to 20 കിലോഗ്രാം വെയിറ്റ് ലോസാണ്. പക്ഷെ അതിന്റെ ടാബ്ലറ്റ് മാത്രമേ ഇന്ത്യയിൽ വന്നുള്ളൂ, അതിന് ഇഞ്ചക്ഷൻ വന്നിട്ടില്ല. അതാണ് ബ്ലാക്ക് മാർക്കറ്റ് ഒരു ഇന്ത്യയിൽ വരുന്നു. അത് കോഷ്യസ് ആയിരിക്കണമെന്ന് ഏഷ്യൻ ന്യൂസിലും എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് എ സേഫ് ഡ്രഗ്. പക്ഷേ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ മനസ്സിലാക്കേണ്ട, നമ്മൾ മരുന്നെടുക്കുമ്പോൾ 15-20 കിലോ കുറയും, മരുന്ന് നിർത്തി കഴിയുമ്പോൾ 80% റീബൗണ്ട് ചെയ്യാം. സോ അതുകൊണ്ടാണ് ഇപ്പോഴും വെയിറ്റ് ലോസ് മെഡിസിൻസ് ആർ ഓൾവേസ് ഗുഡ്. പക്ഷേ വെയിറ്റ് ലോസ് മെഡിസിന് സർജറി ചെയ്യുന്നവരെ എന്താ പ്രത്യേകത? പലപ്പോഴും വന്ന് നോക്കുമ്പോൾ ചില പറയും ബാരിയാട്രിക് സർജറി ചെയ്തു, വെയിറ്റ് 95 ആയിരുന്നു, ഇപ്പോൾ 60 ആക്കി, അല്ലെങ്കിൽ 130 നിന്ന് 80 ആക്കി. കണ്ടാ സുന്ദരന, പക്ഷെ ഉടുപ്പ് വരുമ്പോൾ അവരുടെ ബോഡിയിലെ സ്കിൻ ഫുൾ സ്ട്രെച്ച് മാർക്സാണ്. കാരണം പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു, സ്കിന്നും ബ്രസ്റ്റും എല്ലാം തൂങ്ങി അറയറയായിട്ട് കിടക്കും. തിരിച്ച് വർക്കൗട്ട് ചെയ്യുന്നവരുടെ ബോഡി ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ബാരിയാട്രിക് സർജറി ചെയ്യുന്നതിലും ഡയറ്റ് നിങ്ങൾ ഗ്രേഡഡായിട്ട് ചെയ്യുക, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. അതാണ് ഫീമെയിൽസ് വരെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് എന്താ, നമ്മളെല്ലാം തമന്ന ബാട്ടിയുടെ ഒക്കെ കാവാലക്കേഷൻ നമ്മൾ കണ്ടു. കാരണം ഫീമെയിൽസ് ഇപ്പോൾ നമ്മൾ ആണുങ്ങളെക്കാട്ടിലും, കാരണം ഫീമെയിൽസ് റോപ്പ് ചെയ്താലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്താലും അവരുടെയും ബൈസെപ്സും ഹാംസ്ട്രിങ്ങും തൈ മസിൽസും എല്ലാം പക്ക സോളിഡ് ആവും. നമ്മുടെ ബോഡി ഫാറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് മസിൽ മാസാണ്. അതാണ് ടോട്ടൽ ബോഡി വെയിറ്റ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, മസിൽ മാസ് കൂടിയോ ഫാറ്റ് കുറയ്ക്കുക. പണ്ട് സ്ത്രീകൾക്ക് പട്ടിണി കിടന്നാൽ മതി, ഇപ്പൊ സ്ത്രീകൾക്ക് പട്ടിണി കിടക്കണ്ട. 30 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ അവർക്ക് ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മള് ഒരു അടിപൊളി സെഷൻ ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയി തോന്നിയത് ഈ ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചാണ്. പലരും അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തതാണ്, പലരും അത് ഓർക്കുന്നില്ല. ഇന്നലെ വന്ന 2 പിള്ളേരുടെ എന്നിട്ട് ചിലർ പറയും അമ്മ വീട്ടിൽ പൊക്കം കുറവില്ല. അച്ഛന്റെ അമ്മയുടെ അനുസരിച്ച് മക്കൾക്ക് എത്ര പൊക്കം കിട്ടുമെന്ന് പറയുന്ന ഫോർമുലയാണ് മിഡ് പാരന്റൽ ഹൈറ്റ്. ഇറ്റ് ഇസ് ഫാദേഴ്സ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ പ്ലസ് മദേഴ്സ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 6.5 ആൺകുട്ടിക്ക് മൈനസ് 6.5 പെൺകുട്ടി. എന്ന് വെച്ചാൽ റഫ്ലി ഒരു അച്ഛനും അമ്മയ്ക്ക് 150 സെന്റിമീറ്റർ. അപ്പൊ 150 പ്ലസ് 150 ഫാദേഴ്സ് ഹൈറ്റ് സെന്റിമീറ്റർ പ്ലസ് മദേഴ്സ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 അപ്പൊ 150 പ്ലസ് 6.5 ആണ് ആൺകുട്ടി കിട്ടേണ്ട ആവറേജ് പൊക്കം. 156.5 മൈനസ് 6.5 ആണ് പെൺകുട്ടിക്ക്. അതനുസരിച്ചാണ് ഗ്രോത്ത് ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ആൺകുട്ടി അപ്പന്റെ അത്ര അല്ലെ അപ്പനെക്കാട്ടിലും വളരും, പെൺകുട്ടി അമ്പന്റെ അപ്പനെ നടുക്ക് വളരും. അതാണ് പണ്ടത്തെ നമ്മുടെ ചിന്ത. അല്ലാതെ അച്ഛന്റെ അപ്പൂപ്പൻ ചിലർ പറയോ എന്റെ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും, ഇവിടെ അനിയത്തിക്ക് പൊക്കോറും, ഇവിടെ അമ്മയ്ക്ക് പൊക്കോറും അല്ല. അതിനാണ് നിങ്ങളെ കല്യാണം കഴിച്ചത്. 150 സെന്റിമീറ്ററുള്ള അവള് 180 സെന്റിമീറ്ററുള്ള നിങ്ങളെ കല്യാണം കഴിച്ചതിനാ എനിക്ക് അതേപോലെ ആരോഗ്യവും പൊക്കമുള്ളൊരു മക്കളെ കിട്ടാൻ. അല്ല ഭാര്യ വീട്ടിലെ അല്ല, പൊക്കവും കളറും 99% അപ്പന്റെ അമ്മയുടെയാണ്. 1% മാത്രമേ അതിനപ്പുറത്തെ ജനറേഷനിലേക്ക് പോകും. അതിൽ ഹൈറ്റിൽ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ, പിള്ളേർ വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. ഇന്നലെ വന്ന പെങ്കൊച്ചും പറയുന്നു ഡാൻസ് കോമ്പറ്റീഷന് മുമ്പ് ഇവരുടെ അച്ഛനും അമ്മയും ഇത്രയും വലുത്, സോ മച്ച് മണി ഇൻ ദർ ഹാൻഡ്. പക്ഷേ പീഡിയാട്രിഷ്യൻ മിസ്ലീഡ് ചെയ്യുന്നില്ല. പീഡിയാട്രിഷ്യൻ അവർക്ക് പറഞ്ഞു കുഴപ്പമില്ല, കൊച്ചിന് 8 വയസ്സല്ലേ ഉള്ളൂ, പൊക്കം വയ്ക്കും, ഭക്ഷണം മാറ്റി കൊടുക്കൂ, ജിംനാസ്റ്റിക് കളിക്കും, ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റും. കൊച്ചിന് 9 വയസ്സിലെ മെൻസസ് വന്നു, പിന്നെ ബാസ്കറ്റ് ബോൾ കളിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ വിചാരം ബാസ്കറ്റ് ബോൾ കളിച്ചാണ് പൊക്കം വയ്ക്കുന്നത്. അല്ല, എല്ലാ സ്കൂളുകളിലും ഏറ്റവും പൊക്കമുള്ളവരെയാണ് ബാസ്കറ്റ് ബോൾ കോർട്ടിനും ജാവലിൻ ത്രോയ്ക്കും സെലക്ട് ചെയ്യുന്നത്. അല്ല പൊക്കമില്ലാത്ത പിള്ളേരെ അല്ല, പൊക്കമില്ലാത്തൊരു ക്രിക്കറ്റിന് പോകും, പൊക്കമുള്ള ഒരു ബാസ്കറ്റ് ബോളിന് പോകും. അല്ല ബാസ്കറ്റ് ബോൾ കളിച്ച് ഇവിടെ ആർക്കും പൊക്കം വെക്കാറില്ല. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവർ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു ഡോക്ടറെ TV ഡോക്ടറെ കണ്ടു, അല്ലെ കുറച്ച് ഗ്രോത്ത് ഹോർമോൺ എടുത്ത് ഇച്ചിരി പൊക്കം വെക്കിട്ടില്ല. ബോൺ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതാണ് എക്സ്റേ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുന്ന ബോണേജ്. ബോൺ ഫ്യൂസ് ചെയ്തിട്ട് ഗ്രോത്ത് ഹോർമോൺ എടുത്താൽ ലെങ്ത് വെക്കത്തില്ല, വിത്ത് മാത്രമേ കിട്ടൂ. തിരിച്ച് ഗ്രോത്ത് ഹോർമോൺ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സോ കോൾഡ് സ്റ്റാർസ് എല്ലാം 6 മാസം കൊണ്ട് എങ്ങനെ 6 പാക്ക് മസിൽ വെക്കുന്നത്? ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ വണ്ണം വെച്ച് അഭിനയിക്കുന്നു, 3 മാസം കഴിഞ്ഞ് 6 പാക്ക് ആയിട്ട് അഭിനയിക്കുന്നു. യു കാൺ ഹാവ് എ 6 പാക്ക് അറ്റ് 55-56 ഇയേഴ്സ് ബൈ വാട്ട് എവർ എക്സസൈസ് യു ഡു. അതിന് നമ്മൾ ടെസ്റ്റോസ്റ്ററോണും ആനബോളിക് ആയിട്ട് ഗ്രോത്ത് ഹോർമോൺ എടുത്താലേ വെക്കൂ. അപ്പം മസിൽ ബിൽഡ് ചെയ്യാൻ ഗ്രോത്ത് ഹോർമോൺ ഏത് പ്രായത്തിലും എടുക്കാം. പക്ഷേ ഹൈറ്റിന് വേണ്ടി ഗ്രോത്ത് ഹോർമോൺ എല്ല് ഫ്യൂസ് ചെയ്യുന്ന മുമ്പ്, പെൺകുട്ടിക്ക് മെൻസസിന് മുന്നേ, ആൺകുട്ടിക്ക് 14-16 വയസ്സിന് മുമ്പ് എടുത്തിട്ടേ കാര്യമുള്ളൂ. ഐ തിങ്ക് ഡോക്ടർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം കൂടെ, തലമുടിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. തലമുടി ഒറ്റ കാര്യം, ഫാറ്റി ലിവറോടെ പയ്യന്മാരെ ഓർത്തിരിക്കുക. പണ്ട് നമ്മൾ വിചാരിക്കുന്നു മദ്യപിക്കുന്നവർക്കാണ് ഫാറ്റ് ലിവർ. ഇപ്പൊ അങ്ങനെയല്ല, നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവറാണ് 80%. അത് ഏറ്റവും കൂടുതൽ വരുന്ന കൊളസ്ട്രോൾ കാരണവും അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വ്യായാമക്കുറവ് കാരണവും. എല്ലാത്തിലും ഞാൻ ബോയ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ, ഒരു ഫീമെയിലിന്റെ
ഹോൾ ബോഡി ചെക്കപ്പ് ആണ് പ്രസവത്തിൽ പോകുമ്പോൾ ഷുഗർ തൊട്ട് HIV തൊട്ട് BP തൊട്ട് വയറിന്റെ സ്കാൻ തൊട്ട് തൈറോയ്ഡ് എവറിത്തിങ് ഈസ് ചെക്ക്. ഒരു പുരുഷന് ഹോൾ ബോഡി ചെക്കപ്പ് ഇല്ല. കൊച്ചിന് 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ അപ്പൻ അറ്റാക്ക് വന്ന് മരിക്കുന്നു, അപ്പന് ലിവറിനെയും കിഡ്നിയുടെ അസുഖം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് കൊച്ചിനെ പുലർത്താൻ അമ്മ പാടുപെടുന്നു. അതാണ് US പറയുന്നത്, വെൻ യു ഹാവ് എ ചൈൽഡ് യു ചെക്ക് ഫോർ ദ മദർ ആസ് വെൽ ആസ് ദ ഫാദർ. ഒരാണിന് എപ്പോഴും ഇവിടെ ഹോർമോണിന്റെയോ എല്ലാം നമുക്ക് ഇൻഷുറൻസ് കവർഡാണ്. നിങ്ങൾ ഒരു എൻഡോക്രിനോസിനെ കണ്ട ഒരു GP കണ്ടിട്ട് അതിൽ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. ബോഡി ചെക്കിംഗ് ഈസ് ജസ്റ്റ് ലൈക്ക് സർവീസിങ് യുവർ വെഹിക്കിൾ. 5,000-10,000 കിട്ടുമ്പോൾ എഞ്ചിൻ ഓയിലും ക്ലച്ച് പാഡും ബ്രേക്ക് ലൈനും മാറുന്ന പോലെ 25 വയസ്സ് കഴിഞ്ഞ് 6 മാസം കൊണ്ട് പോയി ഷുഗറും കൊളസ്ട്രോളും ലിവറും കിഡ്നിയും തൈറോയിഡും ഒരു ഹാർട്ടിന് വരുമ്പോൾ TMD ഇതെല്ലാം ഇൻഷുറൻസ് കവർഡാണ്. വെളിയിൽ കണ്ട ഹെൽത്തി ആയിരിക്കാം, പക്ഷേ ഇന്റേണലി ഹെൽത്തി ആവണമെന്നില്ല. ഈ രാജ്യത്ത് ഞാൻ എപ്പോഴും പറയും, നമ്മൾ ജോലിക്ക് വരുന്ന എന്തിനാ 5 വർഷം സമ്പാദിച്ചിട്ട് പോകാനല്ല, 55-60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് നാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. 55 വയസ്സ് വരെ ജീവിച്ചിട്ട് 56 വയസ്സോടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ലിവറും കിഡ്നിയും ഹാർട്ടിന് വേണ്ടി കറങ്ങി നടന്നാൽ ആ ജീവിതം ദുരിതമേറിയ ജീവിതമാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽത്ത് ഈസ് യുവർ ബിഗസ്റ്റ് വെൽത്ത്. ഇൻവെസ്റ്റ് ഇൻ യുവർ വെൽത്ത് ആസ് വെൽ ആസ് യുവർ ഹെൽത്ത്. അതെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഹെൽത്ത് ഇസ് വെൽത്ത് എന്നുള്ളൊരു ഹെൽത്ത് അവയർനെസ്. ഈ രാജ്യത്ത് നമുക്ക് എപ്പോഴുള്ള ഗുണം എന്താ, അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിൽ യൂട്യൂബിൽ എന്തൊക്കെ ചികിത്സ, പൊക്കത്തിന് ചികിത്സ, BP ചികിത്സ, തലമുടി പിടിച്ച ചികിത്സ, വെള്ളം കുടിച്ചാൽ പീപ്പിൾ ആർ കൺഫ്യൂസ് ലൈക്ക് എനിത്തിങ്. ഇവിടെ കറക്റ്റ് മോഡേൺ മെഡിസിൻ, കറക്റ്റ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് പോകുന്നതല്ലാതെ ഒരു അൺവാണ്ടഡ് മെഡിസിൻ പോലും ഇവിടെ വെക്കാൻ പറ്റില്ല, ഗൈഡ് ലൈൻസ്. അതുകൊണ്ട് പീപ്പിൾ ഗെറ്റ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹിയർ. ഇവിടെ ഒരു ഡോക്ടർ, ഇപ്പം ഞാനൊരു കൊളസ്ട്രോളിന്റെ മരുന്ന് എഴുതിയാലും അത് ഞാൻ മരുന്ന് എഴുതിയാൽ എമറൈറ്റ് സൈഡ് വഴി ലിങ്ക്ഡ് ആയിട്ടേ കിട്ടൂ. അതുകൊണ്ട് ഇവിടെ ഒരു ഡോക്ടറിന് ഒരു മരുന്നോ അൺവാണ്ടഡ് ചികിത്സയില്ല. സോ യു ഗോ ടു എനി ഡോക്ടർ, ബിലീവ് ഹിം ടോട്ടലി, അണ്ടർഗോ ചെക്കപ്പ് ആൻഡ് ദെൻ ടേക്ക് ട്രീറ്റ്മെന്റ് കറക്റ്റ്ലി. നമ്മുടെ നാട്ടിനെക്കാട്ടിലും ട്രീറ്റ്മെന്റ് 100% പക്ക ദിസ് കൺട്രി. 100%. താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പൊ അങ്ങനെ നമ്മുടെ റേഡിയോ ക്ലിനിക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. സോ വൺസ് അഗൈൻ താങ്ക്സ് എ ലോട്ട് ടു ഡോക്ടർ ബോബി കെ മാത്യു ഫ്രം NMC മെഡിക്കൽ സെന്റർ, റോള ആൻഡ് റാസൽ ഖൈമ. താങ്ക് യു.